സംഭൂജ്യ സർവകൃപാവരനീ ബലിയർപ്പിക്കാൻ വന്നു ഞങ്ങൾ. ചൊരിയണമേ നിൻ കൃപമഞ്ചരികൾ, നിൻ പ്രീതിക്കായി ബലിയർപ്പിക്കാൻ. ചൊരിയണമേ നിൻ പ്രഭമഞ്ചരികൾ, നിൻ പ്രീതിക്കായി ബലിയർപ്പിക്കാൻ. സംഭൂജ്യ സർവകൃപാവരനീ ബലിയർപ്പിക്കാൻ വന്നു ഞങ്ങൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആത്മാവോടുകൂടെ ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയും സഭയ്ക്ക് പീഡനങ്ങളും നിന്ദനങ്ങളും അവഗണനകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളതുകൊണ്ട് സഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ ഒരിക്കലും തകർന്നു പോകില്ലെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. സങ്കീർത്തനം 37:24 വചനത്തിൽ പറയുന്നു, നീതിമാൻ വീണുപോയാലും തകരുന്നില്ല, ദൈവം അവൻ്റെ വലതുകൈക്ക് പിടിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കനിയേണമേ കനിയേണമേ കർത്താവേ കനിയേണമേ, കനിയേണമേ കനിയേണമേ ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നാം പ്രാർത്ഥിക്കാം. ദൈവമേ, രക്തസാക്ഷികളായ വിശുദ്ധ അഗസ്റ്റിൻ തവറോങ്ങിന്റെ സഹോദരന്മാരുടെയും വിശ്വാസ പ്രഖ്യാപനം വഴി അങ്ങേ സഭയെ വിസ്മയകരമായ പരിപാലനത്താൽ അങ്ങ് ശക്തിപ്പെടുത്തിയല്ലോ. അങ്ങേ ജനം തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തോടും വിശ്വസ്തരായി കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ലോകത്തിനു മുമ്പാകെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും അനുഗ്രഹിക്കണം. അങ്ങയുടെ ഒരു പരിശുദ്ധാത്മാവുമായുള്ള ജീവിച്ചു വാഴുന്ന കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയുക. നിന്റെ അകൃത്യങ്ങൾ അതുമൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാൽ ഞങ്ങളുടെ അധരബലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. അസീറിയയ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയും സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയും ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയും അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവ
പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. കർത്താവേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. കർത്താവേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണം. കർത്താവേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവിലൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളും. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതികളുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വം. വന്നിതാ ഞാൻ നിന്തിരു സന്നിധിയ നൽകുന്നു ഞാൻ എൻ സർവവും അങ്ങയിൽ. എല്ലാ നന്മകളെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ജീവന്റെ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ പിതാവേ, അങ്ങെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഈ അന്നവും ഈ വീഞ്ഞലും നിന്റെ മാംസങ്ങളാ തീരുവാനിത്തിൽ മാറുവാൻ കാൽവരിയാഗമായി നീ സ്വീകരിക്കൂ. ഈ കാഴ്ചകളെ അങ്ങേത സ്വീകരിക്ക. എല്ലാ നന്മകളെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ പാനീയമായി തീരുമാനമായി മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും ഫലമായി ഞങ്ങൾക്ക് കരുതുന്ന പിതാവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, കഴിവുകളെ ശ്രദ്ധിക്കും. പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്തയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന്
ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവ്, രക്തസാക്ഷികളായ വിശുദ്ധരുടെ സ്മരണാഘോഷത്തെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കുകയും അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സ്ഥിരതയുള്ളവരാകാൻ അങ്ങേ ദാസരായി ഞങ്ങൾക്ക് അർഹത നൽകുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയുന്നമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തവേ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമാണ്. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവം, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷികൾ ചിന്തിയ രക്തം അങ്ങേ അത്ഭുതകൃത്യങ്ങൾ പ്രകടമാകും. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലമായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എൻ്റെ ശരീരമാണ്. അപ്രകാരം
അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവ് നന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിരുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ സുസപാക്യം മെത്രാപ്പൊലീത്ത ക്രിസ്താസ് സഹായ മെത്രാനോടും വൈദികത്തോടും മറ്റു സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്ത് ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങേ പ്രിയ ദാസരെ ഓർക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരണമടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദി, ഉപകാരികൾ, സുഹൃത്തുക്കൾ എന്നിവരെ ഓർക്കണം. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായ അവിടുത്തെ ഒന്നാക്കിയിരുന്ന ഇവരെല്ലാവരും അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയിൽ നിന്നോട് നേടുന്ന സഹോദരങ്ങളെ അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും കരുണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടും നിത്യജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തെ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമീൻ ആമീൻ ആമീൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവർക്കതായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാന കരിമാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേറ്റതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങ് സകല വിശ്വാസം നൽകുന്നതാണ്.
അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചവരിയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടവരുന്നു. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു. ദിവ്യജ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അവിടുന്ന് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു തിരുരൂപം ഞാൻ കനിവോരുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. അനന്തമാം ജീവിതഭാരം ചുവന്നു ഞാൻ നിന്നു. പാദം തളരുമ്പോ തണലിൽ വരവായി. ഹൃദയം മുറിയുമ്പോ അമൃതിൻ ഉറവായി. എന്നാലും ആശ്രയം നീ മാത്രം.
ദൈവമേ, രക്തസാക്ഷികളായ അങ്ങേ വിശുദ്ധരിൽ കുരിശിന്റെ രഹസ്യം വിസ്മയകരമായി അങ്ങ് വെളിപ്പെടുത്തിയത് ഈ ബലിയിൽ നിന്ന് ശക്തി ആർജിച്ച് ക്രിസ്തുവിനോട് വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാൻ സഭയിൽ എല്ലാവരുടെയും രക്ഷയ്ക്കായി അധ്വാനിക്കാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി, അങ്ങേ ആത്മാവിനും സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ. സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ.